ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ലഞ്ച് പ്രിപ്പറേഷൻ ആണ് കാണുന്നത്. ഞാനിവിടെ സബോളയ്ക്ക് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളി ഞാനുണ്ടല്ലോ കത്തിയുടെ ഈ ഭാഗം വെച്ചിട്ട് ഒന്ന് ചതച്ചെടുക്കുക ചെയ്യുന്നത്. കല്ലിൽ വെച്ച് ചതക്കണതിന് പകരം ചില സമയത്ത് അങ്ങനെ ചെയ്യില്ല. എത്ര പേര് അങ്ങനെ ചെയ്യാറുണ്ട്. ഇഞ്ചി ആണെങ്കിലും ഞാൻ ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുക്കുകയാണ് ചെയ്യാറുള്ളത്. അപ്പൊ ഇന്നത്തെ ലഞ്ച് എന്ന് പറയുന്നത് ഏട്ടത്തല കായിട്ട് വെച്ചിട്ടുള്ളതാണ്. ഞാൻ മുമ്പ് ഇതിന്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട്, പക്ഷെ അത് കുറെ മുമ്പാണ് ഇട്ടിട്ടുള്ളത്. അപ്പൊ എല്ലാം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടാക്കാൻ വെച്ചിട്ട് വെളിച്ചെണ്ണ നല്ലോണം ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില, സബോള, ആവശ്യത്തിന് ഉപ്പ് ഇതൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ചെറുതായിട്ട് ബ്രൗൺ കളർ ആയിട്ട് വരുമ്പോൾ അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 സ്പൂൺ മല്ലിപ്പൊടി, 2 വലിയ സ്പൂൺ മുളക് പൊടി ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അതിനുശേഷം അതിലേക്ക് കായ ഇട്ട് കൊടുക്കാണ്. മുമ്പ് ഞാൻ കായ കുക്കറിൽ വേവിച്ചിട്ടാണ് ഇട്ട് കൊടുക്കാറുള്ളത്. ഇപ്പൊ ഞാൻ ഇതിൽ വെള്ളമൊക്കെ ഒഴിച്ച് ഈ മസാലയിൽ തന്നെ കിടന്ന് വേവിക്കാന്ന് വിചാരിക്കുകയാണ്. അപ്പൊ മൂടി വെച്ച് വേണം വേവിക്കാനായിട്ട്. കായ വെന്ത് വന്നതിന് ശേഷം ഏട്ടത്തല ഇട്ട് കൊടുക്കാണ്. അതിനുശേഷം ഈ മീൻ കഷ്ണങ്ങളിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക. അതിൻ്റെ ഒപ്പം ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിക്കണം. കാരണം കായ വെന്ത് വന്നപ്പോൾ വെള്ളം വറ്റിപ്പോയിട്ടുണ്ടായിരുന്നു. മൂടി വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം. നന്നായി വേവിച്ച് നമ്മുടെ ചാറൊന്ന് കുറുകി വരുന്നതോട് കൂടിയിട്ട് നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ചോറിൻ്റെ കൂടെ വിളമ്പി കഴിക്കാം. ഈ കറി മാത്രം മതി നമുക്ക് ഭക്ഷണം കഴിക്കാനായിട്ട്. സാമ്പാറൊക്കെ ഉണ്ടായിരുന്നു, അതൊന്നും ഞാൻ എടുത്തില്ല. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയാം.